ഒരു കപ്പ് സോയാബീനും ഒരു കോഴിമുട്ടയുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ അതിശയിക്കും രുചിയിൽ നല്ലൊരു രുചിക്കൂട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. പൂത്തിറച്ചി പോലും മാറി നിൽക്കും ഇതിൻ്റെ മുന്നിൽ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോംബോ ആണ്. ഈ ഒരു സോയാബീനിലോട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സോയാബീനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ പിടിച്ച് കിട്ടും. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും സോയാബീനൊക്കെ നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ടാവും. ആവശ്യത്തിനുള്ള ഉപ്പും പിടിച്ചിട്ടുണ്ടാവും. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനതൊന്ന് അടച്ചു വെക്കാനായിട്ട് പോവുകയാണ്. 10 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്തിട്ട് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുക്കണം. ഒരു തുള്ളി വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കണം. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം സോയാബീൻ്റെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ. ചിലർ പറയും സോയ ചങ്ക്സ് എന്ന് കേട്ടോ. ചിലരെന്നല്ല, ഇത് ശരിക്കും സോയ ചങ്ക്സ് ആണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെവിടെയൊക്കെ സോയാബീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശീലമായതുകൊണ്ട് അറിയാതെ അങ്ങനെ വന്നു പോവാണ്. നമ്മുടെ ചങ്ക്സ് നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചവെള്ളത്തിൽ നന്നായിട്ടൊരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. ഇതിങ്ങനെ പഞ്ഞി പോലെയാണല്ലോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഉണ്ടാവും. ഒപ്പം തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടാനായിട്ട് ആ ഒരു വെള്ളം പൂർണ്ണമായിട്ടും ഇതുപോലെ പിഴിഞ്ഞ് ഒഴിവാക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായി ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഐറ്റമാണ്. ഒപ്പം തന്നെ ഈവനിങ്ങിലൊക്കെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ പറ്റിയ നല്ലൊരു കോംബോ ആണ്. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സോയാബീൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന്, സോയാബീൻ ഞാൻ വീണ്ടും പറയട്ടോ, ഇങ്ങനെ പറഞ്ഞ് ശീലമായതുകൊണ്ട് അങ്ങനെ വരികയാണ്. സോയ ചങ്ക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് റെഡിയാക്കുന്നത്. ഞാനിത് അവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ, അതിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് ഞാനൊരു ഏകദേശം 1/2 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി, നുള്ള പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ഉണ്ട് കേട്ടോ. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു